ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം അത് എന്നുവരെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. റിപ്പോർട്ട് കാണാം. ഒരിക്കൽ ഇഷ്യൂ ചെയ്ത ക്രെഡിറ്റ് കാർഡ് എന്നേക്കുമായി ഉപയോഗിക്കാൻ കഴിയില്ലെന്നറിയേണ്ടത് പ്രധാനമാണ്. എല്ലാ ക്രെഡിറ്റ് കാർഡിനും ഒരു കാലഹരണ തീയതിയുണ്ട്. ക്രെഡിറ്റ് കാർഡ് എന്നുവരെ ഉപയോഗിക്കാം എന്നുള്ളത് ക്രെഡിറ്റ് കാർഡിന് മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും. ഈ തീയതി അല്ലെങ്കിൽ മാസം കഴിഞ്ഞാൽ പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്താൻ കഴിയില്ല. കാർഡ് ഉടമകൾക്ക് സുരക്ഷയും പരിരക്ഷയും നൽകുന്നതിനായാണ് ക്രെഡിറ്റ് കാർഡ് വിതരണക്കാർ ഒരു കാലഹരണ തീയതി വയ്ക്കുന്നത്. കാരണം കാലക്രമേണ സാങ്കേതിക വിദ്യ നവീകരിക്കപ്പെടുന്നുണ്ട്. ഇതിനനുസരിച്ച് ക്രെഡിറ്റ് കാർഡുകളിലും മാറ്റം വരേണ്ടത് അനിവാര്യമാണെന്നുള്ളത് കൊണ്ടാണ് ഒരു കാലഹരണ തീയതി നൽകിയിരിക്കുന്നത്. കൂടാതെ ദീർഘകാലത്തെ ഉപയോഗത്തിലൂടെ ക്രെഡിറ്റ് കാർഡിന്റെ മാഗ്നറ്റിക് ചിപ്പ് തേയും. ഇത് ഇടപാടുകൾ നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നയിക്കും. അതിനാൽ കൃത്യമായ ഇടവേളകളിൽ ക്രെഡിറ്റ് കാർഡ് പുതുക്കണം. ക്രെഡിറ്റ് കാർഡിന് മുകളിൽ 16 അക്ക ക്രെഡിറ്റ് കാർഡ് നമ്പർ, കാർഡ് ഉടമയുടെ പേര്, ഇഷ്യൂ ചെയ്യുന്ന തീയതി തുടങ്ങിയ വിശദാംശങ്ങൾക്കൊപ്പം കാലഹരണ തീയതിയും ഉണ്ടാകും. ഇനി ക്രെഡിറ്റ് കാർഡിൽ കാലഹരണപ്പെടൽ തീയതി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റിൽ എഴുതിയിട്ടുണ്ടാകും. ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക. ക്രെഡിറ്റ് കാർഡ് കാലഹരണപ്പെടുന്നതിന് ശേഷവും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് സജീവമായിരിക്കും. ക്രെഡിറ്റ് കാർഡ് നൽകുന്ന ബാങ്കുകൾ അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് കാർഡുകളുടെ കാലഹരണ തീയതി ട്രാക്ക് ചെയ്യുകയും അതിനനുസരിച്ച് പുതുക്കിയ കാർഡ് അയക്കുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ ഉടനെ അവരുമായി ബന്ധപ്പെടേണ്ടതാണ്.